സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിന്. അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ ഞെട്ടണ്ട. അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നമ്മുടെ ഒരു മലയാളം സിനിമയിൽ മമ്മൂട്ടി ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പത്മശ്രീ കിട്ടാൻ വേണ്ടി ഈ കഥാപാത്രം പല ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പ്രാഞ്ചിയേട്ടൻ. ഏതാണ്ട് ഇതേപോലെയാണ് ഡൊണാൾഡ് ട്രംപ് നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് ചിലരെങ്കിലും പരിഹസിക്കുന്നുണ്ട്. ഏതായാലും ട്രംപ് പറയുന്നത് താൻ ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അത് ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു. യുക്രൈനിലും ഇതുപോലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടത്തുന്നു. യുക്രൈൻ യുദ്ധം വൈകാതെ അവസാനിക്കും. അപ്പോൾ അത് ത്വരിതപ്പെടുത്താൻ വേണ്ടി താൻ തയ്യാറെടുക്കുന്നത് ലോകം കാണുന്നു. സ്വാഭാവികമായും അങ്ങനെ പലയിടങ്ങളിലും യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾക്ക് തനിക്ക് ഒരു അംഗീകാരം കിട്ടും എന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. അത് നൊബേൽ സമ്മാനമായിരിക്കും. അന്താരാഷ്ട്ര നിരൂപകനായ ഡഗ്ലസ് ഹെബ്ബാർട്ട് ഈ കാര്യം ഒരു ടെലിവിഷൻ മാധ്യമത്തിൽ തുറന്നു പറഞ്ഞു. അദ്ദേഹം പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് പ്രത്യേകിച്ച് ഒരു തന്ത്രവുമില്ല. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണം. അതിനുവേണ്ടിയുള്ള തന്ത്രമാണ് ഗസയിലും അതുപോലെ തന്നെ യുക്രൈനിലും നടത്തുന്നത് എന്നാണ് ഈ നിരൂപകൻ പറയുന്നത്. ഇതിൽ ഒരു കാരണം, ഇത് ബരാക് ഒബാമയ്ക്ക് ഈ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ആ നൊബേൽ സമ്മാനം ബരാക് ഒബാമയ്ക്ക് ലഭിച്ചതിൽ ഈ ട്രംപിന് ഇപ്പോഴും ഒരു നീരസമുണ്ട്. അതുകൊണ്ടാണ് തനിക്കും ഒരു നൊബേൽ സമ്മാനം വേണം എന്ന ആഗ്രഹം ട്രംപിന് ഉള്ളത് എന്നാണ് നമ്മുടെ ഈ ഫ്രാൻസിലെ ഡഗ്ലസ് ഹെർബർട്ട് പറയുന്നത്. ഗസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചാൽ അല്ലെങ്കിൽ മോചനം അവരുടെ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ട്രംപിന് നോബൽ സമ്മാനത്തിന് പിന്തുണയ്ക്കാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചില പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ട്. 4 പേർ അങ്ങനെ അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കത്തുമയച്ചിട്ടുണ്ട്. അതിൽ 3 പേർ നേരത്തെ തന്നെ നോബൽ സമ്മാന ജേതാക്കളാണ്. അങ്ങനെ 3 നൊബേൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ 4 പ്രമുഖരാണ് ഇപ്പോൾ അങ്ങനെ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. 4 പേരും ഇസ്രയേലിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ ഈ കത്ത് അയച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച കത്തിൽ 4 പേരും ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ ഒന്ന് 2004 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആരോൺ സിസ്നോവറും അതുപോലെ അവ്രോം ഷെർക്കോയുമാണ്. ഇവർ 2 പേർക്കും സംയുക്തമായിട്ടാണ് നൊബേൽ സമ്മാനം അന്ന് കിട്ടിയത്. 2009 നൊബേൽ സമ്മാനം കിട്ടിയ ക്രിസ്റ്റലോഗ്രാഫറും ഈ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പം കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും ഇസ്രയേൽ അക്കാദമി ഓഫ് സയൻസിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റുമായ ഡേവിഡ് ഹാർലെയിൽ ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. അങ്ങനെ ഇസ്രയേലുകാരായ ചില പ്രമുഖരൊക്കെ ട്രംപിന് നോബൽ സമ്മാനം നൽകണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്യാനായി ഒക്കെ രംഗത്ത് വരികയാണ്. 2018, 2020, 2021, 2024 ഒക്കെ ട്രംപിൻ്റെ പേര് സമാനമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്തിരുന്നു. അപ്പോൾ ഈ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെ അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ഘട്ടങ്ങളിലൊക്കെ ഈ നൊബേൽ സമ്മാനത്തിന് അദ്ദേഹത്തിനെ നാമനിർദ്ദേശം ചെയ്തത്. അന്താരാഷ്ട്ര അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന വലിയ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി എന്നന്ന് ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. ചരിത്രപ്രസിദ്ധമായ അബ്രഹാം ഉടമ്പടികളിൽ മധ്യസ്ഥത വഹിച്ച ട്രംപിൻ്റെ നിർണായക പങ്ക് ചിലരൊക്കെ ഉയർത്തിക്കാണിച്ചു. റിപ്പബ്ലിക്കൻ കോൺഗ്രസ് വുമൺ, അതായത് അമേരിക്കൻ കോൺഗ്രസ്സിലെ ഒരു അംഗമായ ക്ലോഡിയ ടെന്നിയാണ് ഇദ്ദേഹത്തിന് നാമനിർദ്ദേശം ആദ്യം ചെയ്തത്. ആ നാമനിർദ്ദേശ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അവരാണ്. 2020 സെപ്റ്റംബറിൽ അബ്രഹാം ഉടമ്പടികൾ ഒപ്പുവയ്ക്കുന്നതിന് ട്രംപ് നിർണായക പങ്ക് വഹിച്ചു എന്നവർ ഊന്നിപ്പറയുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ കരാറിൻ്റെ ഭാഗമായി ഇസ്രയേൽ, ബഹ്റൈൻ അതുപോലെ UAE ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ കഴിഞ്ഞു. അത് പിന്നീട് മൊറോക്കോയും സുഡാനുമൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നു. അപ്പോൾ വലിയൊരു സമാധാന ശ്രമങ്ങൾ അന്ന് നടന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലൊരു പുതിയ സമാധാന ക്രമം കൊണ്ടുവരാൻ ട്രംപിന് കഴിഞ്ഞു. അത് അത്ഭുതപൂർവമായ ഒരു ശ്രമമാണ് എന്ന് ടെന്നി അന്ന് ഇതിന് നേതൃത്വം വഹിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ നയതന്ത്ര ശ്രമങ്ങളെ അടിവരയിട്ടുകൊണ്ടാണ് അന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അപ്പോൾ 1978 ഇസ്രയേൽ ഈജിപ്ത് ഉടമ്പടി, അതുപോലെ 94 ഓസ്ലോ ഉടമ്പടി തുടങ്ങിയ ശ്രദ്ധേയമായ സമാധാന ഉടമ്പടികൾക്കൊക്കെ മുന്നേ ഇതുപോലെ നൊബേൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അബ്രഹാം കരാറുകളെ സംബന്ധിച്ച് ട്രംപിൻ്റെ സംഭാവനകളെ ഈ നോബൽ കമ്മിറ്റി വലിയ തോതിൽ അവഗണിച്ചു എന്നൊരു ആരോപണം ഉണ്ടായി. ഏതായാലും ട്രംപിൻ്റെ
മിഡിൽ ഈസ്റ്റിലെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അവിടെ സമാധാനം കൊണ്ടുവരാനൊക്കെയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ ട്രംപ് മുൻകൈ എടുത്ത് ചെയ്യുന്നു എന്നാണ് പലരും പറയുന്നത്. 2009 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് കിട്ടിയതാണ് ട്രംപിനിപ്പോൾ ഇങ്ങനെയൊരു സമ്മാനം തനിക്കും വേണം എന്ന ആഗ്രഹം വലിയ തോതിൽ ഉയരാൻ കാരണമെന്നെല്ലാവരും പറയുന്നത് എത്ര കണ്ട് ശരിയാണെന്നറിയില്ല. ഏതായാലും അന്താരാഷ്ട്ര നയതന്ത്രം, അതുപോലെ ജനങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക, പിന്നെ അസാധാരണമായ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുക, ഇതിനൊക്കെയാണ് ഒബാമയെ അന്ന് അംഗീകരിച്ചത്. ആണവ നിർവ്യാപനത്തിനെതിരായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും പ്രത്യേകിച്ച് ഈ ഇസ്ലാമിക രാജ്യങ്ങളുമായൊക്കെയുള്ള ബന്ധം ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾക്കിടയിൽ വളർത്തുക, ഇതിനൊക്കെ അദ്ദേഹം ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് കണ്ടാണെന്ന് ആ നോബൽ സമ്മാനം നൽകിയത്. എന്നാൽ 2009 ഒക്ടോബർ ആണ് ഈ നോബൽ സമ്മാനം. 2009 ഒക്ടോബർ 9 നോർവീജിയൻ കമ്മിറ്റി ഈ അവാർഡ് പ്രഖ്യാപിച്ചത്. അത് ഡിസംബർ 10 ഓസ്ലോയിൽ വെച്ച് ഒബാമ സ്വീകരിക്കുകയും ചെയ്തു. അവിടെ ഒരു 36 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗമൊക്കെ നടത്തി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ അമേരിക്കൻ ഐക്യനാടുകളുടെ 4ാമത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒബാമ അന്ന് വലിയ ശ്രദ്ധേയനാവുകയും ചെയ്തു. ആ പ്രസംഗം പലരും വലിയ തോതിൽ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒബാമയ്ക്ക് മുന്നേ തിയോഡർ റൂസ്വെൽറ്റ് ഈ സമ്മാനം നേടിയിട്ടുണ്ട്. അതുപോലെ വിഡ്രോ വിൽസൺ ഈ സമ്മാനം നേടിയിട്ടുണ്ട്. ജിമ്മി കാർട്ടറിനും നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ജിമ്മി കാർട്ടറിന് പക്ഷേ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് ഈ നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ സമാധാനത്തിനുള്ള ഒരു നൊബേൽ സമ്മാനം തനിക്ക് കിട്ടണം എന്ന് ട്രംപ് വലിയ തോതിൽ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ അടുത്ത നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ളത് ഡൊണാൾഡ് ട്രംപിന് കിട്ടിയാൽ ആരും അതിശയപ്പെടേണ്ടതില്ല.